ഫ്രണ്ട്സ്, എല്ലാവർക്കും വിക്രത്തിന്റെയും വേദയുടെയും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ വേദയുടെ വീട്ടില് വേദയുടെ അച്ഛനും മുത്തശ്ശിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, വിക്രം ഒരു പാവാണ് ശങ്കര, നീ വിചാരിക്കുന്ന പോലെ അവൻ അത്ര ക്രൂരനോ കുറ്റവാളിയോ ഒന്നുമല്ല. ഗുണ്ടായി ഒക്കെ നടക്കുന്നേ ഉള്ളൂ, പക്ഷെ അവൻ പാവാണ്, ഒരു പാവ മനസ്സിനുടമയാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോ ശങ്കരൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വിക്രത്തിനെ ഞാൻ ഇഷ്ടപ്പെടാതിരിക്കുന്നു, വിക്രത്തിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല അമ്മേ, അവൻ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടുള്ള ഒരു പരിഭവം മാത്രമേ ഉള്ളൂ. അവൻ എന്തിനാണ് ഇപ്പോഴും ഈ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ ഈ ഗുണ്ടയായിട്ടും കുറ്റവാളിയായിട്ടും പല കേസുകളിലും പ്രതിയല്ലേ അവൻ. അങ്ങനെ ഒരാളെ എന്റെ മകൾക്ക് വേണ്ടാന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അവനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ അവനെ കൊല്ലാനോ അല്ലെങ്കിൽ അവനെ അപായപ്പെടുത്താനൊന്നും ഞാനിപ്പോ ശ്രമിക്കാറില്ല. ശ്രീകാന്ത് പറഞ്ഞ പോലെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് അവനെ കുറിച്ചിട്ട്, മോശപ്പെട്ട ഒരു സ്വഭാവക്കാരനാണ് എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒരു മോശപ്പെട്ട സ്വഭാവക്കാരനായ ഒരാളെ എന്റെ മോൾ ഇത്ര സഹിക്കോ, അവന്റെ കൂടെ ജീവിക്കണമെന്ന് വാശി പിടിക്കുകയൊന്നും ചെയ്യില്ലല്ലോ. അപ്പോ അവൻ അത്ര മോശമായ ഒരു സ്വഭാവക്കാരനൊന്നല്ല എന്ന് എനിക്കറിയാം. പക്ഷെ അവന്റെ ചുറ്റുപാടുകളും അവനിപ്പോ സഞ്ചരിക്കുന്ന വഴികളും അവൻ തിരഞ്ഞെടുക്കുന്ന ജോലികളൊക്കെയാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അല്ലാതെ അവനോട് എനിക്കൊരു ദേഷ്യമോ പരിഭവമോ ഒന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, അവന് എന്താണ്, അവന് നല്ലൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. അവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇപ്പൊ നടക്കുന്നത് എന്ന് മാത്രം ആർക്കും അറിയില്ല. 10ലും +2ലും ഒക്കെ നല്ല മാർക്ക് വാങ്ങി ആ മാഷിന്റെ പേര് ഉയർത്തിപ്പിടിച്ചൊരു മകനായിരുന്നു അവൻ. കോളേജിൽ എത്തിയപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ആ കോളേജ് കാലഘട്ടത്തിലാണ് അവൻ എന്തോ മാറ്റം സംഭവിച്ചത്. പക്ഷെ അതെന്താന്ന് വേദയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആരും അവളോട് അത് പറഞ്ഞിട്ടുമില്ല. പക്ഷെ നന്നായി പഠിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു വിക്രം. നല്ല വിദ്യാഭ്യാസം ഉണ്ട് അവന്. അതിനനുസരിച്ചൊരു ജോലിക്ക് അവൻ പോവാൻ തയ്യാറാവുന്നില്ല. അതെന്തിനാണെന്ന് പക്ഷെ അറിയില്ല. വേദ അവൻ വേദ അവന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കണ്ടതാണ്. അവന് നല്ലൊരു ജോലി കിട്ടിയ അവർക്ക് നന്നായി ജീവിക്കാൻ പറ്റും എന്നൊക്കെ മുത്തശ്ശി ശങ്കരനോട് പറയാണ്. എന്നിട്ടാണോ ഇവൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് ശങ്കരൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും അവൻ നല്ലൊരു ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അവൻ എന്റെ മോനെ നന്നായി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അവനോട് ഒരു ദേഷ്യവും ഒരു പരിഭവവും ഉണ്ടായിരിക്കില്ല. വേദയായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമാണ്, അത് നല്ല രീതിക്ക് ജീവിച്ച് കാണണമെന്നേ ഞാനിപ്പോ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയാണ്. അന്ന് ഇവിടെ അവര് വന്നപ്പോ ഉണ്ടായ പ്രശ്നങ്ങള് അത് ഞാൻ കരുതിക്കൂട്ടി ചെയ്തതൊന്നുമല്ല. പക്ഷെ അതിൽ നമ്മളൊരു ഭാഗമാവേണ്ടി വന്നു. അത് അവന് ഒരുപാട് വിഷമമുണ്ടാക്കിയിട്ടും അവനും അവന്റെ വീട്ടുകാർക്കും ഒരുപാട് വിഷമമുണ്ടാക്കിയെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മേന്ന് പറയുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, അപ്പോ വിക്രത്തിനെയും വേദേനെ നമുക്ക് ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ചാലോ? കല്യാണം കഴിഞ്ഞിട്ട് അവരെ വിരുന്നിന് പോലെ നമ്മളൊന്നും വിളിച്ചിട്ടില്ലല്ലോ. നമ്മൾ വിളിച്ച് അവര് വരും. അങ്ങനെ വിളിച്ച് ഒരു ദിവസം അവരിവിടെ താമസിക്കട്ടെ. അങ്ങനെ നമ്മളുമായിട്ടൊന്ന് അടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു അവനെ ശരിയാക്കാലോ എന്ന് പറയുന്നുണ്ട്. അപ്പോ ശങ്കരൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് അങ്ങനെയാണ് ആഗ്രഹിച്ചത്, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ വിളിച്ച് അവരിനി വരുമോ? ഒരു വട്ടം വന്ന് അപമാനിക്കപ്പെട്ട് ഇറങ്ങിപ്പോയതല്ലേ അവരെല്ലാരും. ഇനി വിളിച്ച് അവര് വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, നീ അതൊന്നും ആലോചിക്കേണ്ട, ഞാൻ വിളിച്ചോളാം, നിനക്ക് സമ്മതാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല അമ്മേ, വേദ സന്തോഷമായിട്ട് ജീവിക്കണം, വേദ നല്ലൊരു ജോലി, വേദ വക്കീലായി കാണണം. അതേപോലെ തന്നെയാണ് ഇപ്പൊ വിക്രമിനെ ഞാൻ ആഗ്രഹിക്കുന്നത്. വിക്രമ നല്ലൊരു ജോലിക്ക് പോയി നല്ല രീതിയിൽ ജീവിക്കണം എന്നേ എനിക്കുള്ളൂ. അവനെ ഞാൻ എന്റെ മരുമകനായി അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് പറയാണ് കേട്ടോ. അമ്മ വിളിച്ചോളൂ, അവര് വരികയാണെന്ന് വെച്ചാൽ അത്രയും സന്തോഷം എന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ട സന്തോഷത്തിൽ മുത്തശ്ശി ആദ്യം വിളിക്കുന്നത് വിക്രത്തിന്റെ അച്ഛമ്മേനെയാണ്. ഇങ്ങനെ പറയുന്നുണ്ട്, ശങ്കരനോട് ഞാൻ സംസാരിച്ചു, ശങ്കരൻ അവരെ ഒരു ദിവസം വിരുന്നിന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവനൊരു കുഴപ്പമില്ല, അവന് വിക്രത്തിന് ഇഷ്ടമായിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കമലോടും പറയുന്നുണ്ട്. അപ്പൊ അച്ഛമ്മ പറയുന്നത്, ശരി, ഞാൻ അവരെ പറഞ്ഞയക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവർ നല്ല ഹാപ്പിയാണ് കേട്ടോ. എന്നിട്ട് മാഷിനോട് പറയുന്നുണ്ട് കമല വന്നിട്ട്, ഇങ്ങനെ വിരുന്നിന് വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ മാഷ് പറയുന്നുണ്ട്, ഒരു വട്ടം അവിടെ നമ്മളെല്ലാരും പോയി നാണം കെട്ടത് പോരെ, ഇനിയും എന്തിനാ അങ്ങോട്ട് പോകുന്നത്? വിക്രം പോകുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അന്ന് അങ്ങനെ ഉണ്ടായതിൽ അവർക്ക് നല്ല പശ്ചാത്താപം ഉണ്ട്. അവരെ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ അതൊന്നും. അവർക്ക് നല്ല കുറ്റബോധമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ വിക്രത്തിനെ വേദേനെ വിളിക്കുന്നത്. എന്തൊക്കെയായാലും വേദയുടെ വീട്ടുകാരല്ലേ, നമുക്ക് ക്ഷമിച്ചു കൊടുക്കാന്ന് പറയാൻ കേട്ടോ. മാഷ് പറയുന്നുണ്ട്, ആയിക്കോട്ടെ, വിക്രം പോവാണിച്ച് പോയിക്കോട്ടെ, എനിക്കതിലൊരു എതിർപ്പില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വിക്രത്തിനോട് അച്ഛമ്മ സംസാരിക്കുകയാണ്. അപ്പൊ വിക്രം പറയുന്നുണ്ട്, ഇല്ല, ഇനി അവളുടെ വീട്ടിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല. അന്ന് അത്ര അപമാനിക്കപ്പെട്ടിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇനി അവളുടെ ഏട്ടൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടാവും വിളിക്കുന്നത്, വീണ്ടും അപമാനിക്കാൻ വേണ്ടിയിട്ട്. എന്നെ ഇനി അതിന് കിട്ടില്ല.
ഇനി അതിന് കിട്ടില്ല അച്ഛമ്മേ, എനിക്ക് പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, നീ പോണം വിക്രം, എന്തൊക്കെ പറഞ്ഞാലും അത് വേദയുടെ വീടാണ്, വേദയുടെ വീട്ടുകാരാണ്. അന്ന് അങ്ങനെ ഉണ്ടായത് അവര് മനഃപൂർവ്വം ചെയ്ത കാര്യമൊന്നുമല്ലല്ലോ. അത് നമുക്ക് അപമാനം ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിന് അവര് മാപ്പ് പറഞ്ഞില്ലേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അവർ ഉറപ്പ് പറഞ്ഞതാണ്. ഇതിപ്പോ വേദയുടെ അച്ഛനാണ് വിളിച്ചത്, നിങ്ങളെ വിരുന്നിന് വിടണമെന്ന് പറഞ്ഞിട്ട്. അയാൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, നിന്നെ മരുമകനായിട്ട് അംഗീകരിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ ആയിക്കോട്ടെ, എനിക്ക് അയാളുടെ അംഗീകാരമൊന്നും വേണ്ട, എനിക്ക് അങ്ങോട്ട് ഇനി പോകാൻ പറ്റില്ല എന്ന് തീർത്തു വിക്രം പറയാൻ കേട്ടോ. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, നീ ഇപ്രാവശ്യം വേദയുടെ കൂടെ വേദയുടെ വീട്ടിൽ പോയി ഒരു ദിവസം താമസിച്ച് വന്നില്ലെങ്കിൽ പിന്നെ ഞാനും നീയുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരൂല്ല. അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് എന്റെ പിന്നാലെ നീ വരും വേണ്ടാന്ന് പറയാൻ കേട്ടോ. അപ്പൊ കമലാമ്മ പറയുന്നുണ്ട്, മോനെ നീ ഒരു ദിവസം നീ ഒന്ന് പോയി നോക്ക്, അവളുടെ ഏട്ടനെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ നിന്നെ എന്തെങ്കിലും പറയോ ചെയ്താൽ നീ ഇങ്ങോട്ട് പോന്നു, ഒരു പ്രശ്നവുമില്ല, എന്തായാലും അവര് വിളിച്ചതല്ലേ, നീ ഒന്ന് പോയിട്ട് വായോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മനസ്സോടെ വിക്രം സമ്മതിക്കാൻ കേട്ടോ. അങ്ങനെ വിക്രമും വേദിയും എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് ഇവര് വീട്ടിലേക്ക് പോവാൻ തയ്യാറെടുത്തുകൊണ്ട് ഇരിക്കുകയാണ്, വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയും ശ്രീകാന്തിനെയാണ്. അവരാണെന്ന് നല്ല കലിപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഹർഷ പറയുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം ശ്രീയേട്ടാ, എത്രയൊക്കെ അവരെ പിരിക്കാൻ നോക്കിയാലും അവര് കൂടുതൽ ഈ വീടുമായിട്ട് അടുക്കുകയാണല്ലോ, ഇനി എന്താ ചെയ്യാന്ന് പറയാൻ കേട്ടോ. ഇനിയിപ്പോ വിരുന്നിന് വിളിച്ചിരിക്കല്ലേ, ഇപ്പൊ എത്തും അവര്. എന്തൊക്കെയായാലും അവൻ ഈ വീട്ടിൽ അധികാരം സ്ഥാപിക്കാൻ തുടങ്ങി, ഇനി നമുക്കൊന്നും ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല എന്ന് പറയാൻ കേട്ടോ. ഈ മുത്തശ്ശിയുടെ താളത്തിന് ഇപ്പൊ അച്ഛനും തുള്ളാൻ തുടങ്ങി, അതാ ഇപ്പൊ ഉണ്ടായ പ്രശ്നം എന്ന് പറയാൻ കേട്ടോ. ഇപ്പൊ ശ്രീകാന്ത് പറയാണ്, നീ ഒന്ന് അടങ്ങ്, ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട, അവൻ വന്നു പോട്ടെ. കഴിഞ്ഞ ദിനം അവര് വന്നപ്പോ തന്നെ നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നത്തിൽ അച്ഛന് നമ്മളോട് നല്ല ദേഷ്യമുണ്ട്. ഇനി എന്തെങ്കിലും ചെയ്താലും അച്ഛന്റെ ദേഷ്യം കൂടുകയുള്ളൂ. വേണ്ട, ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട. ഇനിയിപ്പോ അവന് എന്തെങ്കിലും സംഭവിച്ചാലും എന്ത് പ്രശ്നം ഉണ്ടായാലും അത് നമ്മൾ ചെയ്തതാണേ അച്ഛൻ കരുതുള്ളൂ. വെറുതെ അച്ഛന്റെ ദേഷ്യം പിടിച്ചു പറ്റണ്ട, നമുക്ക് അവനെ പുറത്ത് വെച്ച് എന്തെങ്കിലും ചെയ്യാം. ഇവിടെ അവൻ വന്നു പോട്ടെ, അതുകൊണ്ട് ഇപ്പൊ എന്താ മാറ്റമൊന്നും വലുതായിട്ടുണ്ടാവാൻ പോകുന്നില്ല. നമുക്ക് എന്തായാലും അവന് പുറത്തൊരു പണി കൊടുക്കാം. ഈ വീടിന്റെ ഉള്ളിൽ വെച്ച് ഇനി അവനൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ നമ്മൾ നോക്കും വേണ്ടാന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വേദയും വിക്രമം വരാണ്. എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട്. വന്ന ഉടനെ എല്ലാവരും നന്നായി അവനെ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് എല്ലാവർക്കും ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. വിക്രമാണ് വേദയുടെ അച്ഛന് ഡ്രസ്സ് കൊടുക്കുക. അത് വേദയുടെ അച്ഛൻ സന്തോഷത്തോടെ മേടിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വിക്രത്തിനോട് ശങ്കരൻ പറയുക, വിക്രത്തിനോട് എനിക്ക് കുറച്ച് സംസാരിക്കണം, എന്റെ കൂടെ ഒന്ന് വരുമോ വിരോധമില്ലെങ്കിൽ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വിക്രം പോകുന്നുണ്ട്. അപ്പൊ വേദയ്ക്കൊരു ഭയം പോലെ തോന്നുന്നുണ്ട്. വേദ ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശി, അച്ഛന് എന്താ വിക്രത്തിനോട് സംസാരിക്കാനുള്ളത്, എന്തെങ്കിലും പ്രശ്നമാവോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഒന്നും പേടിക്കണ്ട, വിക്രത്തിനോട് മോശമായിട്ടൊന്നും ശങ്കരൻ സംസാരിക്കില്ല, നീ അതോർത്ത് ഭയപ്പെടണ്ടെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ശങ്കരൻ ചോദിക്കുന്നുണ്ട് വിക്രത്തിനോട്, വിക്രം എന്റെ മോളെ സ്നേഹിക്കുന്നുണ്ടോ, അവളെ ഭാര്യയായിട്ട് നീ അംഗീകരിച്ചു തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വിക്രം പറയുന്നുണ്ട്, സാറിനോട് എങ്ങനെ മറുപടി പറയണമെന്ന് എനിക്കറിയില്ല, വേദയെ പോലെ ഒരു കുട്ടീനെ ഒന്നും ഭാര്യയായിട്ട് ആഗ്രഹിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അവള് നല്ല കുട്ടിയാണ്, പക്ഷെ അവളെ എന്നെ വേറെ ആരെക്കാളും എന്നെ മനസ്സിലാക്കിയ ഒരാളാണ് അവള്. അവളുടെ കൂടെ എന്തിനും ഞാൻ ഉണ്ടാവുന്നൊരു തോന്നൽ അവൾക്ക് ഉണ്ട്. പക്ഷെ അത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, അത് അവളായിട്ട് ഉണ്ടാക്കി എടുത്തതാണ്. എനിക്ക് എന്ത് വന്നാലും കൂടെ വേദ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷെ അന്നൊരു തെറ്റ് ഞാൻ ചെയ്തു, അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല, അത് അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതാണ്. പക്ഷെ ആ ഒരു താലി വെച്ച് അവളെ എന്നെ ഏറെ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവളെ പോലെ ഇത്ര വിദ്യാഭ്യാസവും നല്ല സ്വഭാവമുള്ള ഒരു കുട്ടീനെയൊന്നും ഭാര്യയായിട്ട് മനസ്സിൽ പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ചിന്തിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല ഇല്ല എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ശങ്കരനാരായൺ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവേണ്ടത് നിനക്ക് അവളെ ഇഷ്ടമാണ് എന്നുള്ളത്. ആ ഇഷ്ടം എന്നും ഉണ്ടാവണം. നീ അവളെ നിന്റെ ഭാര്യയായിട്ട് നീ അവളെ അംഗീകരിച്ച് സ്നേഹിച്ചു തുടങ്ങണമെന്ന് പറയാണ് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് നീ അതാ ചെയ്യണ്ടു. അവള് നല്ല രീതിക്ക് ജീവിച്ച് കാണണം. ഞാൻ അത്രയും ആശിച്ച് വളർത്തിയെടുത്തൊരു മകളാണ്. അവള് വീണ്ടും വക്കീല് കോട്ടണിഞ്ഞ് കോടതി പോണം, വക്കീലായി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം, നീ നല്ലൊരു ജോലിക്ക് പോണം, അതൊക്കെയാണ് എന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയാണ്. അതൊക്കെ നിനക്ക് നടത്തി തരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്റെ മരുമകനായിട്ട് ഞാൻ നിന്നെ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ എന്റെ ആഗ്രഹങ്ങൾ നീ നിറവേറ്റി തരാൻ ശ്രമിക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പോ വിക്രം പറയുന്നുണ്ട്,
അത് എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ശ്രമിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി വരുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, ആ മതി മതി, അവൻ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ, ഇനി സംസാരിക്കാൻ സമയമുണ്ടല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ശങ്കരൻ പറയുന്നുണ്ട്, ആ ആയിക്കോട്ടെ, വേദേ നീ വിക്രമിന്റെ മുറിയൊക്കെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ വിക്രമിനെ കൂട്ടി വേദ പോകുന്നുണ്ട്. ഇപ്പൊ ശങ്കരൻ നാരായണൻ പറയുന്നുണ്ട്, കണ്ടില്ലേ അമ്മേ, അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്, അവൾ അവനെ എപ്പോഴോ ഭർത്താവായി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മൾ അതില് ഇടങ്കോലിടേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശിയും അച്ഛനും എന്നിട്ട് നല്ല സന്തോഷത്തോടെ അവര് പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. ഇതിന്റെ അപ്പുറത്താണിച്ച് വർഷയും ശ്രീകാന്തും ദേഷ്യത്തോടെ നിൽക്കാണ്ട് ഇവര് മുറിക്ക് പോകും. അപ്പോ ഇവരുടെ അടുത്തെത്തുമ്പോ വേദ വിക്രത്തിന്റെ കൈ പിടിച്ചിട്ടാണ് മുറിയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പൊ വിക്രം പറയുന്നുണ്ട്, കൈ വിട് എന്ന് പറയുന്നുണ്ട്. മുറിയിലെത്തിയത് ഇവര് വാതിലടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വേദ പറയുന്നുണ്ട്, അവിടെ ശ്രീയേട്ടനും വർഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അവര് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ കൈ പിടിച്ചിട്ട്, നമ്മൾ നല്ല സ്നേഹത്തിലാന്ന് വിചാരിച്ചോട്ടെ അവരെന്ന് പറയാനിട്ട്. അപ്പൊ വിക്രം ചിരിച്ചോണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ റൂമൊക്കെ ഒന്ന് നോക്കി അതില് ഫോട്ടോസൊക്കെ നോക്കുന്നുണ്ട്. അതില് വേദയുടെ അച്ഛനും വേദയും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോസൊക്കെ അവൻ നോക്കുന്നുണ്ട്. അപ്പൊ അവനും വേദയുടെ അച്ഛൻ അങ്ങനെ സംസാരിച്ചപ്പോ അവനൊരു റിലാക്സ് ആയി. കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലായപ്പോൾ അവനും കുഴപ്പമില്ലാത്ത പോലെയാണ് റിയാക്ട് ചെയ്തത്. അപ്പൊ ഇതൊക്കെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമാക്കി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്